വെൽക്കം ബാക്ക് ടു സ്പോർട്സ് പീറ്റർ. നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സൗദി അറേബ്യൻ ഫുട്ബോൾ ഫെഡറേഷനുമായി ഒരു ഡിസ്കഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 2034 വേൾഡ് കപ്പ്. നമുക്കറിയാം സൗദി അറേബ്യയിലാണ് 2034 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. 2034 വേൾഡ് കപ്പിൽ നിന്നൊരു 10 മാച്ചുകൾ ഇന്ത്യയിൽ നടത്താൻ വേണ്ടിയാണ് AIF ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മിക്ക ആളുകൾക്കും, മിക്ക ഫുട്ബോൾ ആരാധകർക്കുമുള്ള ഒരു സംശയം, ഇത് റൂമറാണ്, അതല്ലെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് കല്യാൺ ചൗബെ, അദ്ദേഹം നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മെമ്പേഴ്സുമായിട്ട് ഇതിനെപ്പറ്റി ഡിസ്കഷൻ നടത്തി അവരുമായിട്ട് ഇതിനെപ്പറ്റി കാര്യങ്ങൾ പങ്കുവച്ചു. ഇനി ഓൾറെഡി AIF ഇപ്പോൾ സൗദി അറേബ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ, അതായത് സാഫുമായി ഓൾറെഡി ഇപ്പോൾ ഡിസ്കഷനിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അത് ഒരു റൂമർ അല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. എന്താണെങ്കിലും 2034 വേൾഡ് കപ്പ് നമുക്കറിയാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള, അതായത് 2026 വേൾഡ് കപ്പ് മുതൽ 48 രാജ്യങ്ങൾക്കായിരിക്കും യോഗ്യത നേടുക. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് മാച്ചസ് കൂടും. 2034 വേൾഡ് കപ്പിൽ 104 മത്സരങ്ങളുണ്ടാകും. ഈ 104 മത്സരങ്ങളിൽ നിന്ന് ഒരു 10 മാച്ചുകളാണ് ഇന്ത്യയിൽ നടത്താൻ വേണ്ടി ഇപ്പോൾ സൗദി അറേബ്യ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് AIF ചർച്ചയിലുള്ളത്. എന്താണെങ്കിലും ഇന്ത്യക്ക് ഈ 10 മാച്ചുകൾ ഇന്ത്യയിൽ നടത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വലിയ നേട്ടമായിരിക്കും. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വേൾഡ് കപ്പ് തനിയെ ഒറ്റയ്ക്ക് ഇന്ത്യയെ കൊണ്ട് നടത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ഇതിലോട്ട് വേണം. സ്റ്റേഡിയങ്ങൾ ഇന്ത്യയിൽ വേണം, ഫിഫ നിലവാരത്തിലുള്ള, അതുപോലെ തന്നെ മറ്റു ഫെസിലിറ്റീസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അതിലോട്ട് ചെലവഴിച്ച് ഒറ്റയ്ക്കൊരു വേൾഡ് കപ്പ് നടത്തുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു 10 മാച്ചുകൾ ഇനി 2034 വേൾഡ് കപ്പിന് 10 മാച്ചുകൾ ഇന്ത്യക്ക് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് നടത്താൻ കഴിയും. അത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. കാരണം 1-2 സ്റ്റേഡിയങ്ങൾ ഒരുപക്ഷെ ഇന്ത്യക്ക് നിർമ്മിക്കേണ്ടി വരും. ആ ഒരു സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ മറ്റു ഫെസിലിറ്റീസുകൾ ഇന്ത്യക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പ്, അതിന്റെ പദ്ധതികളൊക്കെ ഇനി മുന്നോട്ട് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് 2034 വേൾഡ് കപ്പിലെ 10 മാച്ചുകൾ ഹോസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. പക്ഷെ അതിന്റെ ഫൈനൽ സ്ഥിരീകരണങ്ങളൊക്കെ നൽകേണ്ടതും ഇതൊക്കെ നൽകേണ്ടതും സൗദി അറേബ്യൻ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്നുമാണ്. പക്ഷെ അതിന്റെ യാതൊരു സ്ഥിരീകരണങ്ങളും ഇതുവരെ വന്നിട്ടില്ല. എന്താണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് ഇന്ത്യ വേൾഡ് കപ്പിൽ കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സ്വപ്നം. പക്ഷെ അത് എപ്പോൾ യാഥാർത്ഥ്യമാകുമെന്ന് അറിയില്ല. ഒരുപക്ഷെ 2034 ഇന്ത്യ കളിച്ചേക്കാം, അതല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ കളിച്ചേക്കാം. എന്താണെങ്കിലും ഇന്ത്യക്ക് ഇപ്പോൾ 2034 വേൾഡ് കപ്പിലെ ചില മാച്ചുകൾ നടത്താൻ വേണ്ടി AIF ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഫിഫ ഓൾറെഡി ഒരുപാട് പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പാക്കുന്നുണ്ട്. നമുക്കറിയാം, റീസെന്റ് ആഴ്സൺ വെഗർ, അദ്ദേഹമാണ് ഫിഫയുടെ ഗ്ലോബൽ ഫുട്ബോൾ ഡെവലപ്മെന്റ് ചീഫ് അദ്ദേഹമാണ്. അദ്ദേഹം റീസെന്റ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലെ ഫുട്ബോൾ ഡെവലപ്മെന്റും അതുപോലെ മറ്റു ചില കാര്യങ്ങൾക്കുമായിട്ട്. കാരണം ഫിഫയ്ക്ക് നന്നായി അറിയാം. കാരണം ഇന്ത്യയിൽ ഫുട്ബോൾ വന്നു കഴിഞ്ഞാൽ അത് ഫുട്ബോളിന് എത്രമാത്രം നേട്ടം ഉണ്ടാക്കും എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ക്രിക്കറ്റാണ് നമ്പർ 1 സ്പോർട്സ്. ക്രിക്കറ്റ് എത്രമാത്രം BCCIക്ക് നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഫിഫയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലുള്ള ഇത്രയും വലിയ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം ഫുട്ബോളിൽ ഇങ്ങനെ പിറകോട്ട് നിൽക്കുന്നുണ്ട്. അത് മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫിഫയ്ക്ക് വലിയ ഒരു നേട്ടം ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവോടുകൂടെയാണ് അവർ വിവിധ പദ്ധതികളുമായിട്ട് ഇന്ത്യയിലോട്ട് വരുന്നത്. എന്താണെങ്കിലും 2034 വേൾഡ് കപ്പിൽ ചില മത്സരങ്ങൾ ഇന്ത്യക്ക് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനുശേഷം ഇന്ത്യയിലെ ഫുട്ബോൾ ഡെവലപ്മെന്റിന് ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. 2034 വേൾഡ് കപ്പിലെ ചില മത്സരങ്ങൾ ഇന്ത്യക്ക് നടത്താനാവട്ടെ. അതുവഴി ഇന്ത്യയിൽ ഫുട്ബോൾ ഡെവലപ്മെന്റ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പ് ഇട്ട വീഡിയോകളെല്ലാം ആളുകൾ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങളൊരു പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ ഗുഡ് ബൈ.